Toon Bells. ഓ ഭഗവാനെ ബാസ്, ഇന്ന് നിന്നെ വെറുതെ വിടില്ല മീനു. നിനക്ക് അത്ര കഴിവാണെങ്കിൽ പിടിച്ചു കാണിക്ക്. ടീനുവാണോ മീനുവാണോ? യഥാർത്ഥ ടീനു ഏതാണ്? ഒരുപോലെ ഇരിക്കുന്ന രണ്ട് പക്ഷികൾ, ഇതിൽ ആരാണ് യഥാർത്ഥയാൾ, ആരാണ് കള്ളൻ? ഒരു ദിവസം ചുന്നുവും മുന്നും തങ്ങളുടെ കൂട്ടിൽ അമ്മയായ ടിന്നുക്കിളിയെ കാത്തിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ടിന്നുക്കിളി അവർക്ക് ഭക്ഷണവുമായി അവിടെ എത്തി. ഇതാ മക്കളെ, ഇന്ന് ഭക്ഷണം കണ്ടുപിടിക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇത് പറഞ്ഞിട്ട് 3 പേരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഈ സമയത്ത് അവിടേക്ക് മൈന വന്നു. എന്റെ മോൻ പിങ്കു ഉച്ചയ്ക്ക് സുഹൃത്തുക്കളോടൊപ്പം നഗരത്തിലേക്ക് പോയതാണ്. പക്ഷേ അവരിൽ നിന്നൊക്കെ അകന്ന് അവരെ തടഞ്ഞിട്ടും വക വെക്കാതെ അന്ധകാര ഗുഹയ്ക്കകത്തേക്ക് പോയി. അയ്യോ, അതൊരു വലിയ ആപത്താണല്ലോ. അന്ധകാര ഗുഹയിൽ പകൽ സമയത്ത് പോലും ഒന്നും കാണാൻ കഴിയാത്ത ഇരുട്ടാണ്. അതാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. ഏത് കൂരിരുട്ടിനെയും ഭേദിക്കാനുള്ള കാഴ്ചശക്തി ഈ കാട്ടിൽ നിനക്കല്ലേ ഉള്ളൂ. നിനക്ക് മാത്രമേ പിങ്കുവിനെ തിരിച്ചു കൊണ്ടുവരാനാകൂ. ടീനു വളരെയധികം ക്ഷീണിച്ചിരുന്നുവെങ്കിലും മൈനയെ സഹായിക്കാൻ അവൾക്കൊപ്പം പോയി. ഗുഹയുടെ പുറത്ത് ധാരാളം മൃഗങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇരുട്ട് കാരണം അവരിൽ ആരും ഗുഹയുടെ അകത്തെ പോയില്ല. ടീനു യാതൊരു അങ്കലാപ്പുമില്ലാതെ ഗുഹയുടെ അകത്തേക്ക് പോയി. കുറച്ചു ദൂരം പോയപ്പോൾ പിങ്കു ഒരു സ്ഥലത്തിരിക്കുന്നതായി അവൾ കണ്ടു. ഓ പിങ്കു, നീ ഇവിടെ ഇരിക്കുകയാണോ? നിന്റെ അമ്മ നിന്നെ കാണാതെ വളരെ വിഷമിച്ചിരിക്കുകയാണ്. എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഞാൻ നിന്റെ നേരെ എന്റെ കാലുകൾ നീട്ടുകയാണ്, നീ അതിൽ പിടിക്കണം കേട്ടോ. ശരി. ഇത് പറഞ്ഞിട്ട് ടീനു അവനെ തന്റെ കാലിൽ തൂക്കിയെടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ മൃഗങ്ങളും ടീനുവിനെ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായി കണ്ടു. അവന്റെ കാലിൽ പിങ്കു പിടിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് എല്ലാവർക്കും സന്തോഷമായി. മൈന പിങ്കുവിനെ ആലിംഗനം ചെയ്തു. ഇതുപോലെ മറ്റൊരു കാട്ടിൽ ടീനുവിനെ പോലെ തോന്നിക്കുന്ന മീനു എന്ന പക്ഷി താമസിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത് സ്വഭാവത്തിൽ ടീനുവിന് നേരെ വിപരീതമായിരുന്നു. കാട്ടിലുള്ള മൃഗങ്ങളെയെല്ലാം അത് ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നു. 1-ാം നമ്പർ മടിച്ചിയായിരുന്നു. മറ്റുള്ള മൃഗങ്ങളുടെ ഭക്ഷണവും മോഷ്ടിച്ചു കഴിക്കുമായിരുന്നു. ഇതിനാൽ ഷേർഖാൻ ബാസിന് അവളെ പിടിക്കുവാനുള്ള ഉത്തരവാദിത്തം നൽകിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബാസ് എപ്പോഴും അവളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഓ ഭഗവാനെ ബാസ്, ഇന്ന് നിന്നെ വെറുതെ വിടില്ല മീനു. നിനക്ക് അത്ര കഴിവാണെങ്കിൽ പിടിച്ചു കാണിക്ക്. മീനു വളരെ ചെറുതായിരുന്നത് കൊണ്ട് തന്നെ മരങ്ങളുടെ ഇടയിലൂടെ താഴ്ന്നു പറന്ന ബാസിനെ ചുറ്റിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്താണ് ടീനു ആഹാരം അന്വേഷിച്ച് അതുവഴി കടന്നു വന്നത്. ബാസ് ടീനുവിനെ മീനുവാണെന്ന് കരുതി പിടികൂടി. ഏയ്, നിങ്ങൾ ആരാ? എന്തിനാ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇന്ന് നിന്റെ കളി അവസാനിച്ചു മീനു. വരൂ, ഷേർഖാന്റെ അടുത്തേക്ക് പോകാം. അവൻ അവളെ പിടിയിലൊതുക്കി അവിടെ നിന്ന് പറന്നുപോയി. അവൻ എന്റെ സ്ഥാനത്ത് ആ പാവം കിളിയെ പിടിച്ചോണ്ടുപോയി. ആ സമയത്ത് മീനുവിന് ഒരു ഐഡിയ വന്നു. ഈ കിളി എന്നെ പോലെയാണെങ്കിൽ ഇവളുടെ സ്ഥാനത്ത് എനിക്ക് ആ കൂട്ടിൽ പോയി താമസിക്കാമല്ലോ. നോക്കാം, ഇവളുടെ കൂടെ ഇതായാലും അടുത്തെവിടെയെങ്കിലും ആയിരിക്കും. ഇത് ആലോചിച്ചുകൊണ്ട് അവൾ ടീനുവിന്റെ കാട്ടിലേക്ക് പറന്നു. അങ്ങനെ ടീനുവിന്റെ കൂടിനടുത്തുകൂടി പറന്നു പോയപ്പോൾ ചുന്നുവും മുന്നുവും തങ്ങളുടെ അമ്മയാണെന്ന് വിചാരിച്ച് ശബ്ദമുണ്ടാക്കി. മമ്മി മമ്മി, തിരിച്ചു വന്നോ? അങ്ങോട്ടേക്ക് എവിടെയാണ് പോകുന്നത്? ഇത് ചിലപ്പോ ആ കിളിയുടെ കുട്ടികളാകും. ആ എന്റെ മക്കളെ, ഞാൻ തിരിച്ചു വന്നു. മമ്മി, ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം ഒന്നും കൊണ്ടുവന്നില്ലേ? ഓ, ഞാൻ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ ഭക്ഷണം ഒന്നും കിട്ടിയില്ല. ഇന്ന് ഇങ്ങനെ ഉറങ്ങിക്കൂ, നാളെ നിങ്ങൾക്കുള്ള ഭക്ഷണത്തിനുള്ള സംവിധാനം ഞാൻ ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ട് കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ കണ്ണടച്ച് അവൾ സുഖമായി ഉറങ്ങി. ഇതെന്താണ് നമ്മൾ കാണുന്നത്? മമ്മിയെ ഇത്രയും ഉത്തരവാദിത്തമില്ലാതെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അടുത്ത ദിവസം കുറച്ചു പക്ഷികൾ ടീനുവിന്റെ കൂട്ടിലെത്തി. വരൂ ടീനു, നമുക്ക് ഭക്ഷണം തേടി പോകാം. ഞാൻ നിങ്ങളുടെ കൂടെ തീർച്ചയായും വരുമായിരുന്നെന്ന്, പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യ്, ചുന്നുവിനെയും മുന്നുവിനെയും കൂടെ കൊണ്ടുപോകൂ. അവർ സ്വയം ഭക്ഷണം കഴിക്കുകയും എനിക്ക് വേണ്ടിയും ഭക്ഷണം തേടിക്കൊണ്ടു വരികയും ചെയ്യും. ഇത് കേട്ടിട്ട് ആർക്കും തങ്ങൾ കേൾക്കുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന ടീനു ഇന്ന് തന്റെ കുട്ടികൾക്ക് ആഹാരം അന്വേഷിച്ച് പോകാൻ പോലും തയ്യാറാകുന്നില്ല. ചുന്നുവും മുന്നും ആ പക്ഷികളോടൊപ്പം പോയി.
അടുത്ത ദിവസം മോണ്ടുകുരങ്ങനെ കാണാൻ ചിണ്ടുകുരങ്ങൻ വന്നു. അവൻ മോണ്ടുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിചാരിതമായി ശ്രദ്ധ മീനുവിലേക്ക് പതിച്ചത്. ഈ മീനുക്കളെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇതിനെ ഷേക്കാൻ കൂട്ടിലടച്ചിരുന്നല്ലേ? ഏയ്, ഏത് മീനു? ഇത് ടീനുക്കിളിയാണ്. ഇല്ല, ഇത് മീനുക്കിളിയാണ്. ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഷേർഖാൻ മീനുവിനെ പോലിരിക്കുന്ന ഒരു കിളിയെ അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ടീനുക്കിളിയാണെന്ന് അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആർക്കും അതിലൊരു വിശ്വാസം വരുന്നില്ല. ഇതിന്റെ അർത്ഥം യഥാർത്ഥ ടീനു നിങ്ങളുടെ കാട്ടിൽ തടങ്കലിലാണെന്നാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ 2 ദിവസമായി ടീനുവിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം എന്തുകൊണ്ടാണെന്ന്. അവർ രണ്ടുപേരും ചേർന്നൊരു പ്ലാൻ ഉണ്ടാക്കി. അതിനുശേഷം ചിണ്ടുകുരങ്ങൻ തന്റെ കാട്ടിലേക്ക് പോയി. മോണ്ടുകുരങ്ങൻ തന്റെ ഒപ്പം കുറച്ച് മൃഗങ്ങളെ കൂട്ടി മീനുക്കിളിയുടെ അടുത്തേക്ക് പോയി. ടീനുക്കിളി, നമ്മുടെ തത്ത സഹോദരന്റെ മിട്ടു അന്ധകാര ഗുഹയുടെ അകത്ത് പെട്ടു. നീ പെട്ടെന്ന് ഞങ്ങളോടൊപ്പം വരൂ. എന്നിട്ട് അവനെ അതിനകത്ത് നിന്ന് രക്ഷിക്കൂ. നിങ്ങൾ ഇത്രയും മൃഗങ്ങൾ ഉണ്ടായിട്ടും എന്റെ അടുത്ത് എന്തിനാണ് വന്നത്? നിങ്ങൾ സ്വയം അകത്ത് കടന്ന് അവനെ പുറത്തേക്ക് എടുത്തുകൊണ്ട് വരാത്ത എന്താ? നീ ഇതെന്താണ് ടീനു പറയുന്നത്? ഈ കാട്ടിൽ അന്ധകാര ഗുഹയിൽ പോലും എല്ലാം വ്യക്തമായി കാണുവാൻ കഴിയുന്ന ഒരാൾ നീ മാത്രമാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിവുള്ളതല്ലേ? നീയാണെങ്കിൽ ഇതുവരെയും ആരെയും സഹായിക്കാൻ പറഞ്ഞിട്ടുമില്ല. പിന്നെ നീ എന്തിനാണ് ഇന്നിങ്ങനെ പറയുന്നത്? ഇത് കേട്ടിട്ട് മീനു ചിന്തിച്ചു. താനിപ്പോൾ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ എല്ലാ സത്യങ്ങളും പുറത്താകും. അയ്യേ, നിങ്ങളൊക്കെ എന്തിനാണ് വെറുതെ ദേഷ്യപ്പെടുന്നത്? ശരി, ഞാൻ വരാം. എല്ലാവരും അവളെയും കൊണ്ട് അന്ധകാര ഗുഹയുടെ മുന്നിലെത്തി. ഗുഹ പുറത്തുനിന്ന് കണ്ടപ്പോഴേ മീനുവിന് പേടിയാകാൻ തുടങ്ങി. എന്താ ടീനു, നീ എന്താ അകത്തേക്ക് പോകാത്തത്? ആ, ഞാനിതാ പോവുകയാണ്. മീനു അകത്തേക്ക് പോയി എങ്കിലും അതിനൊന്നും കാണാൻ കഴിഞ്ഞില്ല. അത് പേടിച്ച് തിരിച്ചു പറന്നു. ഓ ഭഗവാനെ, ഇത്രയും കൂരിട്ടോ? അപ്പോൾ കാലുക്കരടി അവനെ നോക്കി അലറി. നീ അകത്തേക്ക് പോകുന്നോ ഇല്ലയോ? ആ, ഞാൻ പോവുകയാണ്. ഇത് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് അകത്തേക്ക് പോയി. വീണ്ടും പേടിച്ച് തിരിച്ചു വന്നു. എന്നാൽ കാലുക്കരടി വീണ്ടും വീണ്ടും ഒച്ച വെച്ച് അവളെ അകത്തേക്ക് തന്നെ പറഞ്ഞു വിട്ടുകൊണ്ടേയിരുന്നു. എല്ലാവർക്കും അതൊരു രസമുള്ള കളിയായി മാറി. കുറച്ചു കഴിഞ്ഞപ്പോൾ ചിണ്ടുകുരങ്ങ് യഥാർത്ഥ ടീനുവുമായി അവിടേക്ക് വന്നു. മീനു, മതി മതി, ഇപ്പോൾ നിന്നെ കുറിച്ചുള്ള സത്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. മീനു അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് മുൻപ് ബാസ് വന്ന് അവളെ തന്റെ പിടിയിലൊതുക്കി. ഇനി ഞാൻ ഇവളെ യഥാർത്ഥ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ടീനു, നീ ക്ഷമിക്കണം. മീനു എന്ന് വിചാരിച്ചാ ഞങ്ങൾ ഇത്രയും ദിവസം നിന്നെ തടങ്കലിൽ വെച്ചത്. ഇത് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോയി. ചുന്നും മുന്നും അമ്മയെ കണ്ടപ്പോഴേ വന്ന് കെട്ടിപ്പിടിച്ചു. ബാക്കി മൃഗങ്ങൾക്കും ടീനുവിന്റെ തിരിച്ചുവരവിൽ ഏറെ സന്തോഷമുണ്ടായി. ഞാൻ എന്തിനു കൂടുപണിയാൻ പഠിക്കണം? ഞാൻ കൂടുപണിയാൻ പഠിച്ച അമ്മ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകും. പിന്നെ ഞാൻ നാളെ മൊത്തവും ഭക്ഷണം തേടണം. അത് മാത്രമല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയും വേണം. ചുന്നു മുന്നു എന്ന ചേട്ടനനിയന്മാർ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അവർ കുറച്ച് വളർന്നത്. അവരുടെ ചിറകുകൾ എത്ര വലുതായിരുന്നെങ്കിൽ അവർ എളുപ്പത്തിൽ ആകാശത്തിൽ പറക്കുമായിരുന്നു. ചുന്നു ദയാലുവായ ഒരു നല്ല പറവ. പക്ഷെ മുന്നു മാത്രം വളരെ ദേഷ്യവും ചീത്ത സ്വഭാവമായിരുന്നു. ചുന്നു എപ്പോഴും കഠിനമായി പ്രയത്നിക്കും. ഒരു ദിവസം ചുന്നു അവന്റെ അമ്മയോട് പറഞ്ഞു, ഇപ്പൊ നമ്മൾ വലിയവരായി. ഇപ്പൊ നമുക്ക് നമ്മുടെ വീട് പണിതേ തീരുള്ളൂ. ഇവിടെ നോക്കുമോനെ, നീ നല്ലതാ പറയുന്നേ. അത് നീ തന്നെ ചെയ്യണം. എന്തെന്നാൽ നീ ഇപ്പൊ വളർന്നു പോയില്ലേ. ഇല്ല ഇല്ല, ഞങ്ങളൊന്നും അത്രയ്ക്ക് വളർന്നിട്ടില്ല. അവൻ ഒട്ടും ബുദ്ധിയില്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ. എന്താ മോനെ, ഇതിൽ തെറ്റെന്താ ഉള്ളത്? എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഒറ്റയ്ക്കല്ലേ ജീവിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾക്ക് തനിച്ചിരിക്കാൻ പഠിച്ചൂടെ? അമ്മേ, നിങ്ങൾ പറയുന്നതാ ശരി. അതുകൊണ്ട് ഞാൻ എന്ത് പറയുന്നെങ്കിൽ ഞാൻ നാളെ തന്നെ എനിക്ക് വേണ്ടി കൂട് പണിയാൻ പോകുന്നു. നിങ്ങൾ കൂടെങ്ങനെ പണിയുമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഹേ, നീ പ്രാന്തനാണോ? നീ എന്ത് സിനിമ ചെയ്തോ? ചുന്നു മുന്നു, നിങ്ങൾ രണ്ടുപേരും എന്റെ മക്കളാണ്. നിങ്ങൾ രണ്ടുപേരോടും എനിക്ക് സമമായ അധികാരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് പറഞ്ഞു തരാം. അത് കഴിഞ്ഞ അടുത്ത ദിവസം അമ്മ 2 കുട്ടികൾക്കും നാളെ മുഴുവൻ കൂടുപണിയാൻ പറഞ്ഞു കൊടുത്തു. ചുന്നു വളരെ വേഗത്തിൽ എങ്ങനെ കൂട് പണിയണമെന്ന് പഠിച്ചു. പക്ഷേ മുന്നു വളരെ മടിയനായതുകൊണ്ട് മനസ്സിൽ ചിന്തിച്ചു, ഞാൻ എന്തിനു കൂടുപണിയാൻ പഠിക്കണം? ഞാൻ കൂടുപണിയാൻ പഠിച്ച അമ്മ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകും. പിന്നെ ഞാൻ നാളെ മൊത്തവും ഭക്ഷണം തേടണം. അത് മാത്രമല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയും വേണം. അങ്ങനെ ചിന്തിച്ച മുന്നു കൂടുപണിയാൻ ഒരു ശ്രമവും നടത്തിയിരുന്നില്ല.
അടുത്ത ദിവസം ചുന്നു തനിക്ക് വേണ്ടി ഒരു ഭംഗിയായ കൂട് പണിതു. അത് കഴിഞ്ഞ് അതിന്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ നോക്കൂ, ഞാൻ എനിക്ക് വേണ്ടി കൂടെ പണിതു അമ്മ. ചുന്നുവിന്റെ വീടും അതിന്റെ കഠിന പ്രയത്നവും കണ്ട് അമ്മ പറഞ്ഞു, ഇവിടെ നോക്കുമോന് ചുന്നു, നിന്റെ കൂടെ ശരിക്കും നന്നായിട്ടുണ്ട്. നീ എന്റെ വളരെ ഓമന മകൻ. അത് കഴിഞ്ഞവർ മുന്നുവിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു, കണ്ടു ചുന്നു ഇത്ര നന്നായി കൂട് പണിത് അവന്റെ ജീവിതം അവൻ നോക്കുന്നു എന്ന്. പക്ഷെ നീയുമുണ്ട്, എപ്പോ നോക്കിയാലും ഞാൻ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ചിട്ട്. അതുകൊണ്ട് എന്താ അമ്മേ, നിങ്ങൾ എന്റെ അമ്മ, അങ്ങനെ ചെയ്യാൻ എനിക്ക് എല്ലാ അധികാരവുമുണ്ട്. അങ്ങനെ പറഞ്ഞ മുന്നു വളരെ ദേഷ്യത്തിൽ അവിടുന്ന് പുറപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് ഒരു മരത്തിന്റെ ചില്ലയിൽ ചെന്ന് ഇരുന്നു കൊണ്ടിരുന്നു. അതവിടെ ഇരിക്കുന്നത് കണ്ട് ഒരു കാക്ക വന്നു. എന്ത് പറ്റി മുന്നു, നല്ല വിഷമത്തിലാണല്ലോ. ഞാൻ എന്ത് പറയാനാ, ഇന്നലെ എന്റെ അമ്മ കൂട് പണിയാൻ എങ്ങനെയെന്ന് പഠിപ്പിച്ചു. ചുന്നു അവന് വേണ്ടി കൂട് പണിതു, പക്ഷെ ഞാൻ എന്റെ കൂട് പണിതില്ല. അതുകൊണ്ട് എന്റെ അമ്മ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഓ അങ്ങനെയാണോ? നിന്റെ സഹോദരൻ വളരെ മിടുക്കനാണ്. നീ പറയുന്നത് കേൾക്കുമ്പോൾ നീ അവനോട് പ്രതികാരം ചെയ്തേ പറ്റൂ. അതാണ് ഞാനും ചിന്തിക്കുന്നേ. അവനെ പകരം വീട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ഉണ്ടാക്കിയ കൂട് മുഴുവനും നശിപ്പിച്ചേക്ക്. എന്നിട്ട് അമ്മയോട് പോയി പറ, അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഉണ്ടാക്കിയ വീട് എത്ര പെട്ടെന്നാ തകർന്നതെന്ന്. ഇത് കേട്ട് മുന്നു ഒരുപാട് സന്തോഷിച്ചു. രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ചുന്നു കെട്ടിവെച്ചിരുന്ന ആ കൂടെയെല്ലാം തന്നെ മുന്നു അങ്ങനെ പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു. പിന്നെ രാവിലെ പറഞ്ഞു, അമ്മേ നോക്കൂ, ചുന്നു കെട്ടിയ കൂടെ എത്ര മോശമാണെന്ന്. കാറ്റ് വന്നതും താഴെ വീണ് പൊട്ടിപ്പോയി. അതിന് ശരിക്കും പണിയാനേ അറിയില്ല. നിങ്ങൾ ആവശ്യമില്ലാതെ എന്നെ വഴക്ക് പറഞ്ഞു. അപ്പോ മൂങ്ങ അവിടേക്ക് പറന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, കള്ളം പറയണ്ടോ, നീ അവന്റെ കൂട് നശിപ്പിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അത് കേട്ട് മുന്നുവിന്റെ അമ്മ വളരെ ദേഷ്യവും പെട്ടു. മുന്നുവിനെ അവരുടെ കൂട് വിട്ട് പുറത്തേക്ക് അയച്ചു. പക്ഷെ ഇക്കാര്യം രാജാവ് കിളി വരെ പോയി. അപ്പോ മുന്നു ചിന്നു രണ്ടുപേരും അവരുടെ അമ്മയെ വിളിച്ചുകൊണ്ട് രാജ്യസഭയ്ക്ക് വന്നു. മഹാരാജ, എന്റെ മകൻ ചുന്നു നന്നായി ഒരു കൂട് പണിതിരുന്നു. പക്ഷെ എന്റെ രണ്ടാമത്തെ മകൻ മുന്നു ദേഷ്യത്തിൽ അത് പറിച്ചെടുത്തു. ഇത് മൂങ്ങ തന്റെ കണ്ണുകൊണ്ട് കണ്ടു. ആ, ഇത് വളരെ വലിയ തെറ്റാണ്. മുന്നുവിന് ഇതിനുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ. ആ ശിക്ഷ എന്തെന്നാൽ ചുന്നുവിന് അവൻ വീട് നിർമ്മിച്ചു നൽകണം, അല്ലെങ്കിൽ ഇവനെ കാട്ടിൽ നിന്ന് തന്നെ തുരത്തും. മുന്നു അതിന്റെ ശിക്ഷ ചോദിച്ച് അത് കഴിഞ്ഞ് അവിടുന്ന് പോയി. മുന്നു കൂട് പണിയാൻ ശ്രമിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചും അവന് കുറച്ചേ പണിയാൻ കഴിഞ്ഞുള്ളൂ. അവൻ ഒരുപാട് ക്ഷീണിച്ചു. അപ്പോ ചുന്നു വന്ന് മുന്നുവിനോട് പറഞ്ഞു, മുന്നു എന്ത് പറ്റി? നീ വളരെ ക്ഷീണിച്ച പോലുണ്ട്. ശരി, അപ്പൊ ഞാൻ നിന്നെ സഹായിക്കാൻ കേട്ടോ. നീ നല്ലവനെ പോലെ അഭിനയിക്കണ്ട, എല്ലാം നീ കാരണ. നീ എന്നോട് സംസാരിക്കണ്ടപ്പോ. മുന്നു അതിന്റെ ജീവിതത്തിൽ ഇത്രയ്ക്ക് പണിയെടുത്തതേ ഇല്ല. അതുകൊണ്ട് അത് വളരെ ക്ഷീണിക്കാൻ തുടങ്ങി. അത് ബോധം കെട്ട് വീണു. ചുന്നുവും ചുന്നുവിന്റെ അമ്മയും മുന്നുവിനെയും കൂട്ടി കഴുകിന്റെ അടുത്തേക്ക് ചെന്നു. മുന്നുവിന് ഒരു വിചിത്രമായ രോഗം വന്നിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള മരുന്ന് മലയിൽ പോയി കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഇവനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അപ്പോ ചുന്നു പറന്നുകൊണ്ടേ ആ മലയ്ക്ക് മുകളിലുള്ള മരത്തിന്റെ അടുത്തേക്ക് ചെന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ചെറിയ പഴം പറിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോ ആ കഴുക് അതിടിച്ച് മുന്നുവിന് കഴിക്കാൻ കൊടുത്തു. അപ്പോ മുന്നുവിന് ഭേദമായി. മുന്നു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ചുന്നു എന്നോട് ക്ഷമിക്ക്, ഞാൻ എപ്പോഴും നിനക്ക് തെറ്റാ ചെയ്തത്. വേറെ ആരോ പറഞ്ഞത് കേട്ട് നിന്റെ കൂടെ ഞാൻ തകർത്തു. പക്ഷേ നിനക്ക് എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്യുമെന്ന് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അവരുടെ അമ്മ പറഞ്ഞു, ഒരുപാട് താമസിച്ചാലും കുഴപ്പമില്ല, എന്റെ മകന് അവൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായല്ലോ. മുന്നു, അവനോട് നീ ക്ഷമിക്കുമോനെ? അമ്മേ, ഇവൻ എന്റെ അനിയനാണ് അമ്മേ. അനിയന്മാരെപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്ക് അവനോട് പിണങ്ങാൻ പറ്റൂ. രണ്ട് സഹോദരന്മാർ സന്തോഷിക്കുന്നത് കണ്ട് അമ്മയും വളരെ സന്തോഷിച്ചു. അത് കഴിഞ്ഞ് ചുന്നു മുന്നു അന്ന് തൊട്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.